ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആരാമശോഭ എന്ന പെൺകുട്ടിയുടെ കഥയാണ്. പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് വിദ്യുൽപ്രഭ എന്നായിരുന്നു. ഈ വിദ്യുൽപ്രഭയ്ക്ക് ഒരു 8-9 വയസ്സുള്ളപ്പോഴേക്ക് അവളുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ട ജോലി വിദ്യുൽപ്രഭയ്ക്കായി. വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്. അച്ഛന് ജോലി കൃഷി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ കൃഷി സ്ഥലത്തേക്ക് പോകും. അപ്പോഴേക്ക് അദ്ദേഹത്തിന് ഭക്ഷണം തയ്യാറാക്കണം. പിന്നെ വീട്ടിൽ കുറേ പശുക്കളുണ്ട്, പശുക്കളെ നോക്കണം. വൈകുന്നേരം അച്ഛൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് വൈകിട്ടത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ വളരെ കഠിനമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു വിദ്യുൽപ്രഭയ്ക്ക്. അപ്പോൾ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ജോലി ചെയ്ത് ക്ഷീണിച്ചു. അപ്പോൾ അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ വീട്ടിലെ ജോലികൾ കൂടി വരികയാണ്. ഇപ്പം തന്നെ നമുക്ക് 10-20 പശുക്കളായി. ഈ പശുക്കളെ നോക്കാൻ തന്നെ ഒരുപാട് നേരം വേണം. അതുകൊണ്ട് അച്ഛനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു അമ്മയുമായി, എനിക്കൊരു കൂട്ടുമായി. അപ്പോൾ അച്ഛനും വിചാരിച്ചു നേരാണ്, വിദ്യുൽപ്രഭ ഒരുപാട് കാലമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു വരുമ്പോൾ തന്നെ ഈ സ്ത്രീക്ക് ഒരു മകളുണ്ട്. അവർക്ക് ഈ മകളോടായിരുന്നു സ്നേഹം കൂടുതൽ, സ്വന്തം മകളോടായിരുന്നു. മാത്രമല്ല ഈ രണ്ടാനമ്മ ഒരു മടിച്ചിയുമായിരുന്നു. അതുകൊണ്ട് വിദ്യുൽപ്രഭയുടെ ജോലി കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിദ്യുൽപ്രഭ, അവളപ്പോഴേക്ക് സുന്ദരിയായൊരു യുവതിയായി മാറിയിരുന്നു. അവൾ പശുവിനെ മേയ്ക്കാൻ പോയി. വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ടാണ് പശുവിനെ മേയ്ക്കാൻ പോകുന്നത്. 10-20 പശുക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊരു വേനൽക്കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ വളരെ കുറവാണ്. വിദ്യുൽപ്രഭ പശുക്കളെ മേച്ച് കുറേ ദൂരേക്ക് പോയി. എങ്ങും ഒരിത്തിരി തണലില്ല. പശുക്കൾ പോലും ക്ഷീണിച്ചു. അങ്ങനെ നടന്ന് അവൾ കുറേ ദൂരെയുള്ള ഒരു ചെറിയ അരുവിയുടെ അടുത്തെത്തി. ഈ അരുവിയിൽ നേരത്തെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നാണ്. വേനൽക്കാലമായത് കാരണം വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിച്ച് പശുക്കൾ അവിടെ വിശ്രമിച്ചു. വിദ്യുൽപ്രഭയാണെങ്കിൽ അവിടെ ഒരു മരച്ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്നു. അവൾ അവിടെ നിന്ന് വിചാരിച്ചു, കഷ്ടമായി പോയി, അച്ഛനോട് വിവാഹം കഴിക്കാൻ ഞാനാണ് നിർബന്ധിച്ചത്. ഇപ്പോൾ എൻ്റെ ജോലി കൂടിയതല്ലാതെ കുറഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് വിദ്യുൽപ്രഭ അവിടെ ഇരിക്കുമ്പോൾ അയ്യോ രക്ഷിക്കണേ എന്നൊരു ശബ്ദം കേട്ടു. ഇതാരാണ് നിലവിളിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഒരു പാമ്പാണ്. പാമ്പ് വേഗം വളഞ്ഞ് പുളഞ്ഞ് എഴിഞ്ഞു വരികയാണ്. വിദ്യുൽപ്രഭ ആദ്യം പേടിച്ചു പോയി. അവൾ ചാടി എഴുന്നേറ്റപ്പോൾ പാമ്പ് പറഞ്ഞു, എന്നെ പേടിക്കണ്ട, ഞാൻ വേഗം വരികയാണ്. കാരണം എൻ്റെ പിന്നാലെ കുറേ മനുഷ്യർ വരുന്നുണ്ട്, അവരെന്നെ പിടിക്കും. അവരെ പാമ്പ് പിടുത്തക്കാരാണ്. ഈ പാമ്പ് പിടുത്തക്കാർ വന്ന് പിടിച്ച് എന്നെ കൊട്ടയിലാക്കി കൊണ്ടുപോകും. എന്നിട്ട് എന്നെ തെരുവിലെല്ലാം പ്രദർശിപ്പിക്കും. മകുടി ഊതി എന്നെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിക്കും. എന്നെ അതിനൊന്നും വിട്ടുകൊടുക്കരുതേ. വിദ്യുൽപ്രഭ വിചാരിച്ചു, പാമ്പാണെങ്കിൽ ഒരു ജീവിയല്ലേ, ജീവനല്ലേ, അവനെ രക്ഷിക്കേണ്ടതല്ലേ, അഭയം ചോദിച്ചതല്ലേ. അവൾ വളരെ പേടിയോടെ ആണെങ്കിലും ആ പാമ്പിനെ എടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറേ ആൾക്കാർ ഓടി വരുന്നത് കണ്ട് അവർ അവളോട് ചോദിച്ചു, നീ ഒരു പാമ്പിനെ കണ്ടായിരുന്നോ? ഇതുവരെ എഴുഞ്ഞെന്തെങ്കിലും പോയായിരുന്നോ? വിദ്യുൽപ്രഭ പറഞ്ഞു, ഇല്ല, ഇതുവഴി ഒന്നും പോകുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അഥവാ പോയെങ്കിൽ തന്നെ ഞാൻ കാണാൻ സാധ്യതയും വേണം, ഞാൻ ഉറങ്ങായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ പറഞ്ഞു, ഇവൾ പറയുന്നത് സത്യമായിരിക്കണം. കാരണം ഒരു പാമ്പ് ഇതുവഴി വരുവാണെങ്കിൽ ഇവൾ ഇങ്ങനെ ഇരിക്കില്ല, ഇവൾ വല്ലാതെ പേടിച്ചു പോയേനെ. ഇതും പറഞ്ഞ് ഇവരങ്ങ് പോയി. ഇവർ പോയി കഴിഞ്ഞപ്പോൾ വിദ്യുൽപ്രഭ തൻ്റെ മടിയിലിരുന്ന പാമ്പിനോട് പറഞ്ഞു, ശരി, ഇനി പേടിക്കണ്ട, നീ ഇങ്ങി പോന്നോളൂ. പക്ഷെ നോക്കുമ്പോൾ മടിയിൽ പാമ്പില്ല. അവൾ വിചാരിച്ചു, ഞാൻ ഇനി സ്വപ്നം കണ്ടതാണോ, ഉറങ്ങുമായിരുന്നല്ലോ, ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ വളരെ സുന്ദരനായ ഒരാൾ നിൽക്കുന്നു, ഒരു ദേവൻ. അദ്ദേഹം പറഞ്ഞു, വിദ്യുൽപ്രഭേ, നീ എന്നെ രക്ഷിച്ചു. ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും ഒരു പാമ്പിൻ്റെ രൂപത്തിൽ ഈ നാടൊന്ന് കാണാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ആ പാമ്പ് പിടുത്തക്കാരെന്നെ പിടിച്ചുകൊണ്ട് പോയേനെ. നീയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു വരം തരാം. നിനക്ക് എന്ത് വേണമെന്ന് പറയൂ. അപ്പോൾ വിദ്യുൽപ്രഭ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, എനിക്ക് മനോഹരമായ ഒരു കാട് വേണം. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു കാട് വേണം. കാരണം എൻ്റെ പശുക്കൾ വല്ലാതെ ക്ഷീണിച്ചു, അവയ്ക്ക് പുല്ലും വെള്ളവും ഒക്കെ വേണം. അത് കാരണം നല്ലൊരു കാടുണ്ടെങ്കിൽ തണലുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, അത് വളരെ മനോഹരമായിരിക്കില്ലേ? അപ്പോൾ ഈ ദേവന് വലിയ അത്ഭുതം തോന്നി. ഇവർക്ക് വേണമെങ്കിൽ സ്വർണം ചോദിക്കാമായിരുന്നു, പണം ചോദിക്കാമായിരുന്നു, വലിയ വീട് ചോദിക്കാമായിരുന്നു, പട്ടുവസ്ത്രങ്ങൾ ചോദിക്കാമായിരുന്നു. അതൊന്നും ചോദിക്കാതെ വിദ്യുൽപ്രഭ ചോദിച്ചത് ഒരു കാടാണ്. അതുകൊണ്ട് ഈ ദേവൻ പറഞ്ഞു, ശരി, നിനക്ക് ഞാനൊരു കാട് തരാം. മാത്രമല്ല നീ എന്നും എൻ്റെ പ്രിയപ്പെട്ടവളായിരിക്കും. അതുകൊണ്ട് നിനക്ക് എപ്പോഴൊക്കെയാണോ എന്നെ ആവശ്യമുള്ളത് അപ്പോൾ എന്നെ ചിന്തിച്ചാൽ മതി. ആ നിമിഷം ഞാൻ നിൻ്റെ രക്ഷയ്ക്ക് ഓടി വരികയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ദേവൻ അപ്രത്യക്ഷനായി. പെട്ടെന്ന് വിദ്യുൽപ്രഭയ്ക്ക് ചുറ്റും മനോഹരമായൊരു കാട് പ്രത്യക്ഷപ്പെട്ടു. അവളിരിക്കുന്നതിന് ചുറ്റുമായിട്ടൊരു കാട്. ആ കാട്ടിൽ നല്ല മനോഹരമായ പൂക്കളും പഴങ്ങളും ഒക്കെയുള്ള മരങ്ങളുണ്ടായിരുന്നു. നല്ലൊരു തടാകമുണ്ടായിരുന്നു. നിറയെ പക്ഷികളും നല്ല ചെറിയ മൃഗങ്ങളും ഒക്കെയുള്ള മനോഹരമായൊരു കാടായിരുന്നു അത്. അവൾ വിചാരിച്ചു, ഇനി എത്ര കഠിനാധ്വാനം ചെയ്താലും ഇവിടെ വന്ന് വിശ്രമിച്ചാൽ മതി.
അപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പശുക്കളെയും കൊണ്ട് ഇവിടെ വന്നാൽ പശുക്കൾക്ക് ആവശ്യത്തിന് ഭക്ഷണവുമായി എനിക്ക് വിശ്രമവുമായി. നല്ല കാര്യമായി ഈ വനം ചോദിച്ചത്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ ആ മരങ്ങളിൽ നിന്ന് കുറേ പഴങ്ങൾ പറിച്ച് തിന്നുകയും അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ മരച്ചുവട്ടിലിരുന്ന് വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന് അവൾ വീണ്ടും ഉറങ്ങിപ്പോയി. അങ്ങനെ ആ കാട്ടിൽ ഉറങ്ങുന്ന സമയത്ത് ഈ കാടിൻ്റെ മറ്റു വശത്തുള്ളൊരു വഴിയിൽ കൂടി ആ രാജ്യത്തെ രാജാവ് വരുന്നുണ്ടായിരുന്നു. രാജാവ് ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിച്ച് വരികയായിരുന്നു. കാരണം വളരെ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു. വഴിയിലൊക്കെ നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. അങ്ങനെ ക്ഷീണിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാട് കാണുന്നത്. അതിനകത്ത് കയറി നോക്കിയപ്പോൾ നിറയെ പഴങ്ങളുണ്ട്, നല്ല വെള്ളമുണ്ട്, നല്ല പൂക്കളുണ്ട്. അപ്പോൾ രാജാവ് തൻ്റെ ഭടന്മാരോട് അവിടെ ചെറിയൊരു കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാജഭടന്മാർ അവിടെ ഒരു കൂടാരം ഉണ്ടാക്കുകയും രാജാവ് അവിടെ വിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയധികം ഭടന്മാരൊക്കെ ഉള്ളത് കാരണം കുറച്ച് ശബ്ദം ഉണ്ടായി. അപ്പോൾ ഈ ശബ്ദം കാരണം പശുക്കൾ പേടിച്ചു. പശുക്കൾ ഈ കാട് വിട്ട് ഓടി വിദ്യുൽ പ്രഭയുടെ വീടിന് നേരെ പോയി. അപ്പോൾ ആകെപ്പാടെ ഈ ശബ്ദമൊക്കെ കേട്ട് വിദ്യുൽ പ്രഭ ഉണർന്നു. അവൾ നോക്കുമ്പോൾ തൻ്റെ പശുക്കൾ കാട് വിട്ട് വീട്ടിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. അത് കണ്ട് അവളും അതിൻ്റെ പിന്നാലെ ഓടി. വിദ്യുൽ പ്രഭ ഓടിപ്പോയതോടെ ഈ കാട് വിദ്യുൽ പ്രഭയ്ക്കൊപ്പം പോയി. രാജാവിൻ്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന വളരെ വലിയ മരങ്ങളും തണലും ഒക്കെ പെട്ടെന്ന് അങ്ങ് പോയി. രാജാവ് നോക്കുമ്പോൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഓടിപ്പോകുന്നു. അവളുടെ പിന്നാലെ ഈ കാടും പോകുന്നു. രാജാവ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം തൻ്റെ ഭടന്മാരോട് അവളെ വേഗം തടഞ്ഞു നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഭടന്മാരെ കുതിരപ്പുറത്ത് ചെന്ന് വിദ്യുൽ പ്രഭയെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അവളെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. രാജാവ് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാനിങ്ങനെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയാണ്, ഞാൻ എൻ്റെ പശുവിനെ മേയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ചാൽ എനിക്കൊരു പാമ്പിന് അഭയം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ പാമ്പ് എനിക്ക് ഒരു അനുഗ്രഹം തന്നതാണ് ഈ വനം. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത്ര നിസ്വാർത്ഥയായ സുന്ദരിയായ നല്ലവളായ നിനക്ക് ഒരു ഗ്രാമത്തിലല്ല സ്ഥാനം. നീ ഇനി മുതൽ ഗ്രാമത്തിലല്ല വസിക്കേണ്ടത്, നീ എൻ്റെ കൊട്ടാരത്തിലാണ്. എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ വിദ്യുൽ പ്രഭ പറഞ്ഞു, അത് അങ്ങ് എന്നോടല്ല പറയേണ്ടത്, അങ്ങ് എൻ്റെ അച്ഛനോട് ചോദിക്കണം. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, ഞാൻ നിൻ്റെ അച്ഛനോട് തന്നെ വിവാഹം ആലോചിച്ചെത്തുന്നതാണ്. ഇപ്പം നീ നിൻ്റെ വീട്ടിലേക്ക് പൊക്കോളൂ. അങ്ങനെ വിദ്യുൽ പ്രഭ വീട്ടിലേക്ക് പോയി. അവൾക്കൊപ്പം തൻ്റെ വനവും കൂടെ പോയി. ഇവൾ വനവുമായിട്ട് ചെന്നത് തന്നെ അവളുടെ രണ്ടാനമ്മയ്ക്ക് വലിയ അത്ഭുതമായിപ്പോയി. അപ്പോഴാണ് തൊട്ട് പിന്നാലെ മന്ത്രി, രാജ്യത്തെ രാജാവിൻ്റെ മന്ത്രി വിവാഹാലോചനയായിട്ട് ചെല്ലുന്നത്. അതോടെ ഈ രണ്ടാനമ്മയുടെ അസൂയ അങ്ങ് വർദ്ധിച്ചു. പക്ഷെ അവർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. രാജാവിൻ്റെ മന്ത്രി വിവാഹാലോചനയുടെ വന്നതേ വിദ്യുൽ പ്രഭയുടെ അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ രാജാവ് അവളുടെ വീട്ടിലെത്തുകയും അവളെ വിവാഹം കഴിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് രാജാവ് ഒരു പ്രഖ്യാപനവും നടത്തി. ഇനി മുതൽ ഇവളുടെ പേര് വിദ്യുൽ പ്രഭ എന്നായിരിക്കുകയില്ല, ഇവളുടെ പേര് ആരാമശോഭ എന്നായിരിക്കും. കാരണം അവൾക്ക് ചുറ്റും എപ്പോഴും ഒരു ആരാമമുണ്ട്. അങ്ങനെ ആരാമശോഭയെ രാജാവ് വിവാഹം കഴിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും രാജകൊട്ടാരത്തിന് ചുറ്റും വളരെ മനോഹരമായ ഒരു ആരാമം, ഒരു ചെറിയ വനം രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ ആരാമശോഭ രാജകൊട്ടാരത്തിൽ താമസമായി. ആരാമശോഭയെ തനിക്ക് വധുവായി തന്നതിൽ നന്ദി സൂചകമായിട്ട് രാജാവ് ഇവളുടെ അച്ഛന് 12 ഗ്രാമങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹവും ഒരു ധനികനായിട്ട് മാറി. 12 ഗ്രാമങ്ങളുടെ ഉടമയായ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തൻ്റെ ഭാര്യയും മകളുമായിട്ട് അവിടെ ജീവിച്ചു. ആരാമശോഭയ്ക്കാണെങ്കിൽ കൊട്ടാരത്തിലെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. രാജാവിന് അവളോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ഇവളുടെ രണ്ടാനമ്മയ്ക്ക് വീട്ടിലിരിക്കപ്പുറതി ഇല്ലാതായി. തനിക്ക് അതുപോലെ ഒരു മകളുണ്ട്, പക്ഷെ അവൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം കിട്ടിയില്ല. ആരാമശോഭയ്ക്കാണ് ഇങ്ങനൊരു അനുഗ്രഹം വന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആരാമശോഭയുടെ സ്ഥാനം തൻ്റെ മകൾക്ക് നേടിക്കൊടുക്കണം എന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ അതെങ്ങനെ എന്നവർക്ക് മനസ്സിലായില്ല. അവസാനം കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ ഒരു ഉപായം കണ്ടെത്തി. അവർ വിചാരിച്ചു, ആരാമശോഭ എങ്ങനെയെങ്കിലും വധിക്കുകയാണെങ്കിൽ രാജാവ് എൻ്റെ മകളെ വിവാഹം കഴിക്കും. കാരണം അവളുടെ അനിയത്തിയാണല്ലോ എൻ്റെ മകൾ. അങ്ങനെ ഈ ഉദ്ദേശത്തോടെ അവർ തൻ്റെ ഭർത്താവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, എത്ര ദിവസമായി ആരാമശോഭയൊന്ന് പോയി കണ്ടിട്ട്? നിങ്ങൾ അവളുടെ അച്ഛനല്ലേ, ഒന്ന് പോയി കാണേണ്ടതല്ലേ? അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സന്തോഷവതിയാണോ എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൾ രാജ്യത്തെ രാജ്ഞിയാണ്, പഴയതുപോലെ എനിക്ക് അങ്ങനെ പോയി കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു, എത്ര വലിയ രാജ്ഞിയാണെങ്കിലും അവൾ നിങ്ങളുടെ മകളാണ്, നിങ്ങൾ അവളെ പോയി കാണേണ്ടതുണ്ട്. മാത്രമല്ല വീട്ടിലെ ഭക്ഷണം അവൾ കഴിച്ചിട്ട് എത്ര കാലമായി കാണും. അപ്പോഴും പിതാവ് പറഞ്ഞു, അവൾക്ക് വീട്ടിലെ ഭക്ഷണം എന്തിനാണ്, അതിനേക്കാളും രുചികരമായ ഭക്ഷണം അവൾക്ക് രാജകൊട്ടാരത്തിൽ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ, അത് അവളുടെ വീടല്ലേ. എന്നാലും ഈ രണ്ടാനമ്മ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം വല്ലപ്പോഴുമൊക്കെ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ട്. ഇത് കേട്ടപ്പോൾ ശരിയാണ് എന്ന് ഈ പിതാവിനും തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ ആരാമശോഭയൊന്ന് കാണാൻ പോകാം. അപ്പോൾ ഈ രണ്ടാനമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നുവിടാം, അത് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെ ആരാമശോഭയ്ക്ക് വേണ്ടിയിട്ട് ഈ രണ്ടാനമ്മ കുറേ വിഷമൊക്കെ ചേർത്തിട്ട് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കി.
ഈ പലഹാരങ്ങളുമായിട്ട് പിറ്റേന്ന് രാവിലെ പിതാവിനെ രാജകൊട്ടാരത്തിലേക്ക് അയക്കുകയും ചെയ്തു. ഇയാളുടെ കയ്യിൽ ഒരു ചെറിയ പാത്രത്തിൽ ഈ രണ്ടാനമ്മ കൊടുത്ത പലഹാരമുണ്ട്. ആരാമശോഭയ്ക്ക് കഴിക്കാനും മാത്രം വളരെ കുറച്ച് പലഹാരം മാത്രമേ അവരുണ്ടാക്കി കൊടുത്തുള്ളൂ. അവർ പോകാൻ നേരത്തെ ഭർത്താവിനോട് ഇത് പ്രത്യേകം പറയുകയും ചെയ്തു. കാരണം നമ്മൾ സാധാരണക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ മകൾക്ക് വേണ്ടി നമ്മൾ വളരെ കുറച്ച് പലഹാരം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അത് അവൾക്ക് തന്നെ കൊടുക്കണമെന്ന് രാജാവിനോട് പറയണം. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഈ പിതാവ് ഈ പലഹാര പൊതിയുമായിട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചു. ഈ മരത്തിന് മുകളിൽ ഒരു യക്ഷൻ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ യക്ഷന് ആരാമശോഭയെ അറിയാം. അവൾക്ക് വനങ്ങളോടുള്ള അടുപ്പം ഈ യക്ഷന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ യക്ഷന് ഇത് മനസ്സിലായി, ഈ പലഹാരം ആരാമശോഭയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണെന്നും ഇതിൽ വിഷമുണ്ടെന്നും. അതുകൊണ്ട് തന്നെ ആ മരത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ആ വിഷം മുഴുവൻ വലിച്ചെടുക്കുകയും ആ പലഹാരം നല്ലതാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഈ പിതാവ് വിശ്രമത്തിന് ശേഷം ഈ പലഹാരം എടുത്തുകൊണ്ട് പോയി രാജാവിനെ മുഖം കാണിക്കുകയും താൻ തൻ്റെ മകൾക്ക് വേണ്ടി കൊണ്ടുവന്നാണെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളൊരു രാജ്ഞിയാണ്. അവൾ അന്തഃപുരത്തിലായിരുന്നു, രാജകൊട്ടാരത്തിൽ, രാജസഭയിൽ ആ സമയത്ത് അവൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പിതാവിന് മകളെ കാണാൻ പറ്റിയില്ല. രാജാവ് ഈ പലഹാരം ഏറ്റുവാങ്ങുകയും ഒരു ഭടൻ്റെ കയ്യിൽ അത് രാജ്ഞിയുടെ കയ്യിലേക്ക് കൊടുത്തു വിടുകയുമായിരുന്നു ചെയ്തത്. ഈ പിതാവ് പലഹാരം കൊടുത്തിട്ട് തിരിച്ചു പോയപ്പോൾ രാജാവ് കൈ നിറയെ സമ്മാനങ്ങളും കൊടുത്താണ് വിട്ടത്. എന്നാൽ രാജാവിന് അപ്പോൾ ഒരു സംശയം തോന്നുകയും ചെയ്തു. കുറേ കാലമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ കുറച്ച് പലഹാരവുമായിട്ട് വന്നിരിക്കുന്ന എന്താണ് എന്ന് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം അന്തഃപുരത്തിലേക്ക് ചെല്ലുകയും രാജ്ഞിയോട് പലഹാരം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. രാജ്ഞിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പലഹാരം കൊണ്ടുവന്നപ്പോൾ വളരെ സന്തോഷത്തോടെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയെങ്കിലും തൻ്റെ ഭർത്താവും കൂടി വന്നിട്ട് ഒരു പങ്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ട് കഴിക്കാം എന്ന് കരുതി അവിടെ വെച്ചിരിക്കുകയുമായിരുന്നു. രാജാവ് വന്നതോടെ അവർ ഈ പൊതി അഴിച്ചിട്ട് രണ്ടുപേരും കൂടി ഈ പലഹാരം പങ്കിട്ട് കഴിച്ചു. അത് വളരെ രുചികരമായിരുന്നു. രാജാവിന് വലിയ സന്തോഷമായി. എന്തായാലും തൻ്റെ ഭാര്യയെ വീട്ടുകാർ ഇത്രയധികം കരുതുന്നുണ്ടല്ലോ. ആരാമശോഭയ്ക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം തിരിച്ചു വന്ന ഭർത്താവിനെ ഭാര്യ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മകളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവളെ കണ്ടില്ല, പക്ഷേ രാജാവ് പലഹാരം അവളുടെ കയ്യിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. രണ്ടാനമ്മ മകളുടെ മരണ വാർത്ത കാത്തിരുന്നു, പക്ഷേ രാജ്ഞി മരിച്ചു എന്ന വാർത്ത എത്തിയില്ല. അവർക്ക് വലിയ നിരാശ തോന്നി. അതുകൊണ്ട് അവർ കുറച്ചുകൂടി കൂടുതൽ വിഷം ചേർത്ത് ഭർത്താവിൻ്റെ കയ്യിൽ അടുത്ത ആഴ്ച വീണ്ടും പലഹാരം കൊടുത്തുവിട്ടു. അത്തവണയും പലഹാരത്തിലെ വിഷം വഴിയിൽ വെച്ച് യക്ഷൻ വലിച്ചെടുത്തു. അങ്ങനെ അത് വളരെ നല്ലൊരു പലഹാരമായിട്ടാണ് കൊട്ടാരത്തിലെത്തിയത്. ആരാമശോഭ അത് കഴിക്കുകയും ചെയ്തു. മൂന്നാമതും ഈ രണ്ടാനമ്മ ഇത് തന്നെ ചെയ്തു. മൂന്നാമത്തെ തവണയും യക്ഷൻ വിഷമൊക്കെ വലിച്ചെടുത്തു. കൈ നിറയെ സമ്മാനങ്ങളുമായി മൂന്നാമത്തെ തവണയും തിരിച്ചു വന്ന പിതാവ് ഒരു സന്തോഷ വർത്തമാനമായിട്ടാണ് വന്നത്. അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഇത്തവണ അവളെ കണ്ടു. അവൾ സന്തോഷവതിയായിട്ടിരിക്കുന്നു, മാത്രമല്ല അവൾ ഗർഭിണിയുമാണ്. അപ്പോൾ ഈ രണ്ടാനമ്മയുടെ അസൂയ വീണ്ടും വർദ്ധിച്ചു. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്. നാട്ടുനടപ്പനുസരിച്ച് ആദ്യത്തെ പ്രസവം ഇവിടെയാണ് നടക്കേണ്ടത്, അവിടെയല്ല. അതുകൊണ്ട് അവളോട് പ്രസവത്തിന് ഇവിടെ വന്ന് താമസിക്കാൻ പറയണം. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, അയ്യോ അതങ്ങനെ സംഭവിക്കും, കാരണം അവൾ രാജ്ഞിയാണ്. രാജ്ഞിയെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ രാജാവ് സമ്മതിക്കുമോ? അപ്പോൾ ഈ രണ്ടാനമ്മ പറഞ്ഞു, അതൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഇരിക്കും, നിങ്ങൾ ചെന്ന് രാജാവിനോട് പറയണം, നിങ്ങളുടെ മകളെ നിങ്ങൾ നോക്കിക്കൊള്ളാം, അവളുടെ പ്രസവത്തിന് അവളെ ഇങ്ങോട്ട് വിടാൻ പറയണം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പിതാവ് വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് പോയി. ഇത്തവണ പലഹാരങ്ങൾ കൊണ്ടുപോയെങ്കിലും വിഷമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടാനമ്മയ്ക്ക് അറിയാം അവൾ ഇങ്ങോട്ടാണ് വരാൻ പോകുന്നത്, ഇവിടെ വെച്ച് അവളെ ശരിപ്പെടുത്താം. ഈ പിതാവ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാനമ്മ അവരുടെ വീടിന് പിന്നിൽ വലിയൊരു കിണർ കുഴിപ്പിച്ചു. കിണർ പണിക്കാരോട് നാട്ടിലെ ഏറ്റവും വലിയ കിണറായിരിക്കണം, ഏറ്റവും ആഴമുള്ള കിണറായിരിക്കണം ഇത് എന്ന് പറഞ്ഞാണ് ഇവർ കിണറുണ്ടാക്കിയത്. എന്തായാലും ഈ പിതാവ് രാജകൊട്ടാരത്തിലെത്തുകയും രാജാവിനോട് മകളെ തൻ്റെ ഒപ്പം അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ രാജാവ് പറഞ്ഞില്ല, യാതൊരു കാരണവശാലും ആരാമശോഭ ഈ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ എങ്ങോട്ടും വിടുകയില്ല. അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഭംഗിയായിട്ട് നോക്കിക്കൊള്ളാം, നിങ്ങൾ അക്കാര്യത്തിൽ പേടിക്കേണ്ട. അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, അങ്ങനെയല്ല, അവളുടെ ആദ്യത്തെ പ്രസവമാണ്, അത് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ നാട്ടുകാർ പോലും ഞങ്ങളെ കുറ്റം പറയും, ഞങ്ങളെ മകളെ നോക്കിയില്ല എന്ന് പറയും. ഒന്നാമതേ അവൾ അമ്മയില്ലാത്ത കുട്ടിയാണ്, രണ്ടാനമ്മയാണ് അവളെ നോക്കിയിട്ടുള്ളത്, രണ്ടാനമ്മയുടെ കുറവ് കൊണ്ടാണ് അവളെ അങ്ങോട്ട് വിടാത്തതെന്നൊക്കെ ആൾക്കാർ പറയും. ഞങ്ങൾക്ക് വളരെ അപമാനകരമാണ്. അതുകൊണ്ട് അവളെ എൻ്റെ കൂടെ വിട്ടേ തീരൂ. അവസാനം ഇയാളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ രാജാവ് തൻ്റെ ഭാര്യയെ വളരെ വിഷമത്തോടെ സ്വന്തം പിതാവിനൊപ്പം പറഞ്ഞു വിട്ടു. അങ്ങനെ ആരാമശോഭ തൻ്റെ വീട്ടിലേക്ക് പോയി, അവളുടെ ഒപ്പം കാടും പോയി. രാജാവിന് വലിയ ദുഃഖമായി. ആരാമശോഭയെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അവളെ കാണാതെ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. രണ്ടാനമ്മയും മകളും ആരാമശോഭയോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. അവളെ നന്നായി ശുശ്രൂഷിച്ചു. എന്നാൽ പ്രസവം അടുക്കുമ്പോഴേക്കും രണ്ടാനമ്മ
സ്വന്തം മകളെ ഒരറയിൽ ഒളിപ്പിക്കുകയും അവൾ എവിടെ എന്ന് ചോദിച്ചവരോട് അവൾ തൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് കളവ് പറയുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരാമശോഭ പ്രസവിച്ചു. അതൊരു ആൺകുട്ടിയായിരുന്നു, വളരെ സുന്ദരനായ ഒരു ആൺകുട്ടി. പ്രസവത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ആരാമശോഭ രണ്ടാനമ്മയ്ക്കൊപ്പം പുറത്ത് തോട്ടത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ഈ പുതിയ കിണർ കണ്ടത്. അപ്പോൾ രണ്ടാനമ്മ പറഞ്ഞു, അത് നീ വരുമ്പോൾ നിൻ്റെ ഒപ്പം കാടും വരുമല്ലോ, ഈ കാടിന് വെള്ളം നനയ്ക്കണമല്ലോ, അതുകൊണ്ട് ഞാനൊരു കിണർ ഉണ്ടാക്കിപ്പിച്ചാണ്. അപ്പോൾ ആരാമശോഭ പറഞ്ഞു, അമ്മ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഈ മരത്തിൽ തന്നെ ഒരു തടാകം ഉണ്ടല്ലോ, ഈ മരങ്ങൾക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, അവ സ്വയം നനഞ്ഞോളും. അപ്പോൾ രണ്ടാനമ്മ പറഞ്ഞു, ഞാനത് അറിഞ്ഞില്ലല്ലോ കുഞ്ഞെ, എന്തായാലും ഇങ്ങനൊരു കിണർ ഉണ്ടാക്കിച്ചല്ലോ, അത് അങ്ങോട്ട് കിടന്നോട്ടെ. അപ്പോൾ ഈ ആരാമശോഭ ഈ കിണറൊന്ന് കാണാൻ വേണ്ടിയിട്ട് കിണറിനടുത്ത് ചെന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. അങ്ങനെ എത്തി നോക്കിയതും ഈ രണ്ടാനമ്മ പിന്നിൽ നിന്ന് ആരാമശോഭയൊരു തള്ളു കൊടുത്തു. അവൾ പെട്ടെന്ന് കിണറ്റിലേക്ക് വീണു. കിണറ്റിലേക്ക് വീണ ആരാമശോഭ പെട്ടെന്ന് തൻ്റെ രക്ഷകനായ ദേവനെ സ്മരിക്കുകയും അദ്ദേഹം അവളെ കയ്യിൽ താങ്ങുകയും ചെയ്തു. അവിടെ ജോലിക്കാരെ നിർത്തിയിരുന്ന ഈ രണ്ടാനമ്മ ഉടൻ തന്നെ ആ കിണർ മൂടാൻ ജോലിക്കാരോട് ആജ്ഞാപിച്ചു. അവർ ആ കിണർ അങ്ങ് മൂടുകയും ചെയ്തു. ഈ കിണർ മൂടിക്കഴിഞ്ഞാണ് രണ്ടാനമ്മയ്ക്ക് ഒരു കാര്യം ബോധ്യമായത്. ആരാമശോഭ കിണറിനുള്ളിലേക്ക് പോയതോടെ കാടും അവൾക്കൊപ്പം പോയി. ഇപ്പോൾ വീടിന് ചുറ്റും കാടില്ല. എന്തായാലും അവർ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അറയിൽ ഒളിപ്പിച്ചിരുന്ന തൻ്റെ മകളെ വിളിച്ച് ആരാമശോഭയുടെ വേഷം ധരിപ്പിച്ച് ആ കുഞ്ഞിനടുത്ത് കിടത്തി. അപ്പോഴേക്കും ആരാമശോഭയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് രാജകൊട്ടാരത്തിൽ നിന്ന് കുറേ സ്ത്രീകൾ വന്നു. വളരെ ആരോഗ്യവാനായ സുന്ദരനായ കുഞ്ഞാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആരാമശോഭയെ കണ്ടതോടെ അവർക്ക് ആകെ സംശയമായി. ഇങ്ങോട്ട് വന്ന ആരാമശോഭയല്ല ഇത്, അവളുടെ സൗന്ദര്യം ആകെ മാഞ്ഞിരിക്കുന്നു. അവർ ചോദിച്ചത്, എന്താ രാജ്ഞി ഇങ്ങനെ ഇരിക്കുന്നത്, ഞങ്ങളുടെ രാജ്ഞി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ രണ്ടാനമ്മ പറഞ്ഞു, പ്രസവത്തിന് ശേഷം അവൾക്കൊരു അസുഖം വന്നിരുന്നു, അതോടെ അവൾക്ക് ആകെ വണ്ണം വെച്ച് വൃത്തികേടായിപ്പോയി. കുറച്ചു കാലം കഴിയുന്നതോടെ ശരിയായിക്കോളും. പ്രസവം കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലേ, രൂപം ഒന്ന് മാറുമല്ലോ. പക്ഷേ രാജകൊട്ടാരത്തിൽ നിന്ന് വന്ന സ്ത്രീകൾക്ക് ഇതൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ആരാമശോഭ ഇങ്ങനെയേ ആയിരുന്നില്ല. അവളുടെ നിറം മാറി, അവളുടെ വണ്ണം കൂടി, അവളുടെ മുഖമേ മാറിപ്പോയി. എന്തായാലും മറ്റൊന്നും മറുത്തു പറയാനാവാതെ അവരെ ആരാമശോഭയുടെ വേഷം ധരിച്ചിരിക്കുന്ന ഈ രണ്ടാനമ്മയുടെ മകളെയും കുഞ്ഞിനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോയി. രാജാവിനറിയാം, രാജ്ഞി വന്നാൽ ഉടനെ തൻ്റെ രാജകൊട്ടാരത്തിന് ചുറ്റും തണൽ വരും, തണുപ്പ് വരും, വളരെ സുഗന്ധപൂരിതമായൊരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ തന്നെ അറിയാം ആരാമശോഭ വരുന്നുവെന്ന്. പക്ഷേ അവിടെ കാട് വന്നില്ല, കിളികൾ പാടിയില്ല, പൂക്കളുടെ മണം വന്നില്ല. പല്ലക്കിൽ വളരെ വിരൂപയായൊരു സ്ത്രീയും ഒരു കുഞ്ഞുമാണ് വന്നത്. രാജാവ് ചോദിച്ചു, ഇതെൻ്റെ രാജ്ഞി അല്ലല്ലോ. അപ്പോൾ കൂടെ വന്ന സ്ത്രീകൾ പറഞ്ഞു, രണ്ടാമ പറയുന്നത് ഇത് രാജ്ഞി തന്നെയാണ്, പ്രസവത്തോടെ രാജ്ഞിയുടെ രൂപം മാറിപ്പോയി എന്നാണ്. രാജാവ് ആരാമശോഭയാണ് എന്ന് പറഞ്ഞു വന്ന ഈ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അവൾ ആരാമശോഭ സംസാരിക്കുന്നത് പോലെയാണ് പറയുന്നത്. കാട് എവിടെ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ കാട് സ്വയം നനയാൻ വേണ്ടി പോയിരിക്കുകയാണ്, അത് നനഞ്ഞതിന് ശേഷം തിരിച്ചു വരും എന്നാണ് പറയുന്നത്. രാജാവിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഈ രാജ്ഞിയും മകനെയും സ്വീകരിക്കുകയും അവരെ തൻ്റെ അന്തഃപുരത്തിലാക്കുകയും ചെയ്തു. ഈ സമയത്ത് ആരാമശോഭ ഈ കിണറിനുള്ളിലുള്ള ഒരു രാജ്യത്താണ്. അവിടെ അവൾ വളരെ സുരക്ഷിതയായിരുന്നു. അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ദേവൻ അവിടെ ഒരുക്കി കൊടുത്തിരുന്നു. പക്ഷേ ഇവളെ കൊല്ലാൻ ഈ രണ്ടാനമ്മ മാത്രമാണോ കാരണം, അതോ മറ്റെല്ലാവരും കൂടി ചേർന്നൊരു ഗൂഢാലോചനയാണോ, ആരാണ് ഇവർക്ക് ഭീഷണി എന്നൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് തന്നെ അവളെ വീണ്ടും പുറത്തേക്ക് വിടാൻ ഇദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. അവളുടെ പിതാവ് കൊണ്ടുപോയ പലഹാരത്തിൽ പലതവണ വിഷമുണ്ടായിരുന്ന കാര്യം അവളോട് ഈ ദേവൻ പറഞ്ഞു. തനിക്കറിയാവുന്നൊരു യക്ഷനാണ് അവളെ അപ്പോഴൊക്കെ രക്ഷപ്പെടുത്തിയത്. അവൾക്ക് ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഉടനെ നാട്ടിലേക്ക് പോകണ്ട. പക്ഷേ ആരാമശോഭയ്ക്കാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കാണാൻ തൊട്ടിരിക്കാനും വയ്യ. അപ്പോൾ ദേവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നീ എല്ലാ ദിവസവും രാത്രി നിൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ, പക്ഷെ രാവിലെ തിരിച്ചു വരണം. ഏതെങ്കിലും ഒരു ദിവസം നീ തിരിച്ചു വരാൻ വൈകുകയാണെങ്കിൽ, നേരം വെളുക്കുകയാണെങ്കിൽ നിൻ്റെ മുടിയിൽ നിന്ന് ഒരു കറുത്ത പാമ്പ് താഴെ വീണ് ചത്തുപോവുകയും അതോടെ ഞാൻ നിന്നെ സംരക്ഷിക്കുന്നത് നിർത്തുകയും ചെയ്യും. എൻ്റെ സംരക്ഷണം നിനക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. എല്ലാ ദിവസവും നേരം വെളുക്കുന്നതിന് മുമ്പ് തിരിച്ചു വരണം, ആരും നിന്നെ കാണരുത്. ആരാമശോഭ സമ്മതിച്ചു. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയാവുമ്പോൾ അവൾ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തുകയും കുഞ്ഞിനോടൊപ്പം രാത്രി കഴിഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. പക്ഷേ ഇങ്ങനെ പോകുമ്പോഴെല്ലാം അവൾ തൻ്റെ വനത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ച് അവൻ്റെ തൊട്ടിലിന് ചുറ്റും വെച്ച് അലങ്കരിക്കാറുണ്ടായിരുന്നു. ദിവസവും രാവിലെ ആരാമശോഭയുടെ കുഞ്ഞിൻ്റെ തൊട്ടിലിന് ചുറ്റുമായിട്ട് ഈ പൂക്കൾ കാണപ്പെട്ടു. അപ്പോൾ ഇവളുടെ തോഴിമാർക്കും അന്തഃപുരത്തിലുള്ളവർക്കും ഒക്കെ അറിയാം ഈ പൂക്കൾ ആരാമശോഭയുടെ തോട്ടത്തിലെ പൂക്കളാണെന്ന്. അവരിത് രാജാവിനോട് പറഞ്ഞു. രാജാവ് വന്ന് നോക്കുമ്പോൾ നേരാണ് തൊട്ടിലിന് ചുറ്റും പൂക്കൾ വീണ് കിടപ്പുണ്ട്. രാജാവ് രാജ്ഞിയോട് ചോദിച്ചു, ഈ പൂക്കൾ എവിടെ നിന്ന് വന്നു? രാജ്ഞി പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് പൂക്കൾ കൊണ്ടുവരൂ.
അപ്പോൾ അവർ പറഞ്ഞു, അതിപ്പോൾ തരാൻ പറ്റില്ല, രാത്രി മാത്രമേ എനിക്കത് പറിക്കാൻ പറ്റുള്ളൂ. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് രാജാവിന് തോന്നി. അന്ന് രാത്രി രാജാവ് അന്തഃപുരത്തിനടുത്ത് ഒളിച്ചിരുന്നു. നോക്കുമ്പോൾ കാറ്റിലൂടെ ആരാമശോഭ പറന്നു വരുന്നത് കണ്ടു. അവൾ പറന്നു വന്ന് ജനലിലൂടെ അന്തഃപുരത്തിനകത്ത് കടക്കുകയും തൻ്റെ കുഞ്ഞിനൊപ്പം ചെലവിടുകയും ചെയ്തു. എന്നാൽ ആരാമശോഭ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും രാജാവ് വന്ന് അവളുടെ കയ്യിൽ പിടിക്കുകയും പോകരുത്, എന്നെ വിട്ട് പോകരുത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആരാമശോഭ പറഞ്ഞു, ഞാൻ നാളെ രാത്രി വരാം, നാളെ രാത്രി അങ്ങയുടെ കാര്യങ്ങൾ വിശദീകരിക്കാം, അങ്ങയോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം, പക്ഷേ എനിക്കിപ്പോൾ പോയേ പറ്റൂ, കാരണം എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. രാജാവ് പറഞ്ഞു, എന്ത് ഭീഷണി ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം, നീ എന്നോട് ഇപ്പം തന്നെ കാര്യങ്ങൾ പറയണം. അപ്പോൾ ആരാമശോഭ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. താൻ തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് പ്രസവം കഴിഞ്ഞിട്ട് തോട്ടത്തിലൂടെ നടക്കുമ്പോൾ രണ്ടാനമ്മ തന്നെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ തന്നെ ദേവനാണ് രക്ഷിച്ചത്. അപ്പോൾ തനിക്ക് നേരത്തെ വന്ന പലഹാരങ്ങളിലൊക്കെ വിഷമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ വിഷം തരികയും കിണറ്റിൽ തള്ളിയിടുകയും ഒക്കെ ചെയ്തത് കാരണം എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, അദ്ദേഹം എന്നെ സംരക്ഷിച്ചോളും, ഞാൻ ആ കിണറിനടിയിൽ ലോകത്തിൽ തന്നെ ജീവിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നപ്പോഴേക്കും നേരം വെളുത്തു. നേരം വെളുത്തപ്പോൾ ആരാമശോഭയുടെ മുടിയിൽ നിന്ന് ഒരു കറുത്ത പാമ്പ് താഴെ വീണ് ചത്തു. ആരാമശോഭ ഉറക്കെ കരയാൻ തുടങ്ങി. അയ്യോ, ഇനി എന്നെ ആരും രക്ഷിക്കാനില്ല. രാജാവ് പറഞ്ഞു, അല്ല, നിന്നെ രക്ഷിക്കാൻ ഇനി മുതൽ ഞാനുണ്ട്. നിന്നെ എൻ്റെ കൺമുന്നിൽ നിന്ന് ഞാൻ ഇനി മാറാൻ അനുവദിക്കുകയില്ല. നീയും നിൻ്റെ കുഞ്ഞും ഇനി എന്നും എൻ്റെ സംരക്ഷണയിലായിരിക്കും. നിൻ്റെ രണ്ടാനമ്മയുടെയും അവരുടെ മകളുടെയും നിഴല് പോലും നിന്നിൽ ഇനി പതിക്കില്ല. അവരെ ഞാൻ നാട് കടത്താൻ പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ രാജാവ് ആരാമശോഭയെ സമാധാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രണ്ടാനമ്മയും മകളെയും ഉടൻ തന്നെ നാട് കടത്തി. പിന്നീടുള്ള കാലം അവൾ രാജാവിനൊപ്പം അവിടെ സന്തോഷമായിട്ട് ജീവിച്ചു. അവളുടെ കാട് അപ്പോഴേക്ക് തിരിച്ചു വന്നിരുന്നു കേട്ടോ. ദേവൻ്റെ സംരക്ഷണം മാത്രമേ അവൾക്കില്ലാതായുള്ളൂ. അവൾ വരം ചോദിച്ച് വാങ്ങിയ കാട് അവൾക്കൊപ്പം എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആരാമശോഭയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.